മാംഗോ പാപ്പാദോയ് എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. വളരെ നല്ലതാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പം ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി എന്താ വേണ്ടിയെന്ന് ചോദിച്ചാൽ തൈരാണ്. ഞാൻ 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മളിതുപോലെ നെറ്റിനകത്ത് വെച്ച് ഫിൽറ്ററിനകത്ത് വെച്ചിട്ട് ഒരു തുണി ഇട്ട് അതിൻ്റെ മുകളിൽ തൈര് 1.5 കപ്പ് ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊരു വെയിറ്റ് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഫ്രിഡ്ജിലൊരു 2-3 മണിക്കൂർ നേരത്തേക്ക് വെക്കുക. അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ആ വെള്ളം കളഞ്ഞ. അപ്പോൾ ഞാൻ പക്ഷേ തുണി എടുക്കാൻ മടിയായിരുന്നുകൊണ്ട് ഞാൻ തുണി എടുത്തില്ല. പിന്നെ ഇത് ഞാൻ യൂഷ്വലി ഹണി ഫിൽറ്റർ ചെയ്യുന്നതായതുകൊണ്ട് അതിനെ സ്ക്വീസ് ചെയ്തപ്പോഴത്തേക്കും പിന്നെ തൈര് താഴെ വരാൻ തുടങ്ങി. അതുകൊണ്ട് അത്ര കട്ടയായിട്ട് എനിക്ക് കിട്ടില്ല, നല്ല ബോളായിട്ട് കിട്ടണം. പിന്നെ ഞാനിത് 1 കപ്പ് മാംഗോ പൾപ്പുണ്ട്, ഇലാച്ചി പൗഡറുണ്ട്, അതായത് ഏലക്ക പൗഡറുണ്ട്, പിന്നെ 1/4 കപ്പ് നമ്മുടെ കണ്ടൻസ് മിൽക്കാണ് എടുത്തേക്കുന്നത്. അത് കണ്ടൻസ് മിൽക്ക് ഓപ്ഷണലാണ്. മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നല്ല മധുരം ഉള്ളതാണെങ്കിൽ. ഞാൻ ഫ്രഷ് മാംഗോ ഇല്ലായിരുന്ന കാരണം ഞാൻ മാംഗോ പ്യൂരയാണ് എടുത്തേക്കുന്നത്. മാംഗോ പ്യൂരയാണ്. പിന്നെ കണ്ടൻസ് മിൽക്ക് കുറച്ചേ എടുത്തിട്ടുള്ളൂ, 1/4 തന്നെ എടുത്തിട്ടില്ല. പിന്നെ ഏലക്ക പൗഡർ. ഇത്രയേ ഉള്ളൂ. ഈ 4 സാധനങ്ങളേ ഉള്ളൂ. 1, 2, 3, 4 അല്ലേ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്താ പറയുക, നമ്മുടെ വായിലിട്ട് കഴിയുമ്പോൾ നല്ല മെൽറ്റായി പോകും. അതുപോലെ നല്ല സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഈ ഫോൺ പിടിച്ചിട്ടൊക്കെയാണ് ഇതിനെ ഞാൻ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അത്രയും കൊണ്ട് ശരിയാകുന്നില്ല. സോ ഞാൻ ഇതെടുത്തു, വിസ്കർ എടുത്തിട്ട് അതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇച്ചിരി നേരം ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ല ക്ലിയറായി. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്കിതിനെ സ്റ്റീം ചെയ്യുക. സ്റ്റീം ചെയ്ത് ഞാൻ വെള്ളം അടി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ചെറിയ പാത്രം എടുത്തേക്കുന്നത്, സ്റ്റീമർ എടുത്തില്ല. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ഒന്ന് എണ്ണ അതിൽ തൂത്തു. അത് കഴിഞ്ഞ് ഇതങ്ങനത്തോട്ട് ഒഴിച്ച് വെക്കുക. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ചെറിയ പാത്രം എടുത്തത് കൊണ്ട് കട്ട് ചെയ്തപ്പം നല്ല പീസായിട്ട് എനിക്ക് കിട്ടിയില്ല. കേക്ക് പോലെ കട്ട് ചെയ്ത് കിട്ടാനുള്ള കാര്യം കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി വിസ്താരമുള്ള പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി അതിനെ ഒരു ഫോയിൽ വെച്ച് കവർ ചെയ്യുക. അതിനുശേഷം ഞാനപ്പോൾ കവർ ചെയ്ത് കുട്ടപ്പനാക്കി. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു 20 to 25 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു കൊണ്ട് ഞാൻ എടുത്ത ഉടനെ ഇത് തുറന്ന് നോക്കി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ഇതായിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കുക. അതല്ല സെറ്റായി വരട്ടെ. അപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അപ്പോൾ ഞാൻ ഡെക്കറേഷന് വേണ്ടി ഇങ്ങനെയൊക്കെയാണ് മാംഗോയും ഇച്ചിരി പിസ്താഷ്യം ഇട്ടുന്നുള്ളൂ. ഒന്നും വേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാം. ഞാൻ 3-4 മണിക്കൂർ ഫ്രിഡ്ജിലിരുന്നു. അതിനുശേഷം ഇതിനെ വെളിയിലെടുത്ത് അപ്പോൾ കട്ട് ചെയ്ത് ഞാൻ പൊക്കാൻ വന്നപ്പോഴത്തേക്കും കണ്ടറ എനിക്ക് ശരിക്കും സ്ലൈസായിട്ട് കിട്ടിയില്ല. കാര്യം അത് ഹൈറ്റ് കൂടിയതുകൊണ്ട്. പക്ഷെ ഞാനിപ്പോൾ കാണിക്കാതെ എങ്ങനെയാണെന്ന്. നല്ല കേട്ടോ, വായിലിടുമ്പോഴത്തേക്ക് അങ്ങ് മെൽറ്റായി പോകും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സാധനമാണ്. മധുരം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ഹെൽത്തിനനുസരിച്ച് ചേർക്കാം. പക്ഷേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെരി ഗുഡ്. ഇതിന് മാംഗോ പാപ്പാദോയ്